ഇങ്ങനെ ഇരുന്ന ഡയറീനെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്താലോ? അപ്പോൾ അതിനാദ്യം തന്നെ പുറത്തെ കവർ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കാർഡ് കവറും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഹാഫ് ആയിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. മേളിൽ വേറൊരു തുണിയും വെക്കുന്നുണ്ട്. അത് ആക്ച്വലി ഒരു സാറ്റൻ തുണി ആയതുകൊണ്ട് നല്ല ഗ്ലോസിനെസ് ഉണ്ട് കേട്ടോ അതിന്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ആക്കിയാൽ മതി. പിന്നെ തുണി കട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിനേക്കാൾ കുറച്ചും കൂടെ നീളവും വീതിയും കൂടുതലുള്ള രീതിയിൽ വേണം എടുക്കാൻ. കാരണം നമ്മളിത് മടക്കി അകത്തേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെ, ആ ബുക്കിൻ്റെ സെയിം അളവിൽ ഞാൻ 2 തുണിയും കൂടെ എടുക്കുന്നുണ്ട്. അത് അകത്തെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇതിൻ്റെ എല്ലാം സൈഡ് ഞാൻ മടക്കി ഒട്ടിക്കുന്നുണ്ട്. ഇത് സാറ്റിൻ തുണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നൂല് ഇളകി വരും സൈഡിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ മടക്കി ഒട്ടിച്ചേക്കുന്നത്. ഇന്നതേ ഈ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിതേ ഇനി ഫ്രണ്ടിലുള്ള ഡിസൈനിങ് പരിപാടി തുടങ്ങുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. ആകെ സൈഡുകളെല്ലാം മടക്കി ഒട്ടിക്കുന്നുണ്ട്. അത് നേരെ ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനിതെല്ലാം ഒട്ടിക്കാൻ യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് ഗ്ലൂ കിട്ടും നമുക്ക്. അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡ്രൈയിങ് ടൈം ഇതിനേക്കാൾ കൂടുതലെടുക്കും. പിന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബി വെരി കെയർഫുൾ. ബിക്കോസ് ഈ തുണിക്കിടയിൽ കൂടെ ഈ ഗ്ലൂ നമ്മുടെ കയ്യിലേക്ക് തന്നെയായിരിക്കും പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പൊള്ളുകയും ചെയ്യും. എൻ്റെ കൈ നല്ല രീതിക്ക് ഇത് വെച്ച് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് ചെയ്യും. പിന്നെ ഇത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ അകത്തേക്ക് പിടിച്ചിട്ട് വേണം കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൈ പൊള്ളിയതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 2026 ഒരു ബോക്സ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ സാധനങ്ങൾ പ്രിൻ്റ് എടുത്തതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.